Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നേ നമുക്ക് ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഹാർംഫുൾ അല്ലാത്ത കുറച്ച് ടൂത്ത്പേസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആയുർവേദ ടൂത്ത്പേസ്റ്റ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ആയുർവേദ ടൂത്ത്പേസ്റ്റ് കുറേ സംഭവങ്ങളുണ്ടെങ്കിലും അത് പക്ഷേ കറക്റ്റ് ആയുർവേദിക്കൊന്നും അല്ല. നിങ്ങൾക്ക് അതിന് ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടൂത്ത്പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് നോക്കണം. എന്താ വെച്ചാൽ ഇൻഗ്രീഡിയൻസിലാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് അതിന്റെ ഫ്രണ്ട് പരസ്യം കണ്ടിട്ടൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ ഫുൾ 100% മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത്. ആക്ച്വലി എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പോലെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ജസ്റ്റ് പേര് ആയുർവേദിക് മാത്രം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളൊന്നും ഉണ്ടാവില്ല, ഫുൾ കെമിക്കൽസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വായിൽ നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് തുപ്പിക്കളയുന്നതാണല്ലോ, അതിൽ കെമിക്കൽസ് ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഇത് നമ്മുടെ മൗത്തിന്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ അറിയായിരിക്കും നിങ്ങൾക്ക്, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഈ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ ഇത് ഡെയിലി അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹാർംഫുൾ സൈഡ് എഫക്ട്സ് ഇതിന്റെ കൂടെ വരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവണം. ഇപ്പൊ ഈ ടൈമിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ ചേർക്കുന്ന കുറെ കെമിക്കൽസിന്റെ അല്ലെങ്കിൽ പോയ്സൺ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആയുള്ള ടൂത്ത് പേസ്റ്റ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. വലിയ പ്രൈസ് ഡിഫറൻസും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയൊരു നോർമൽ നമ്മുടെ കോൾഗേറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനായിട്ട് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരും. പക്ഷെ ഹെൽത്ത് ആണല്ലോ വെൽത്ത്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് നോക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൾഗേറ്റിന്റെ നോർമൽ പേസ്റ്റിലൊക്കെ നല്ല പോലെ കെമിക്കൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓരോ ബ്രാൻഡൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കെമിക്കൽ നെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് പറഞ്ഞ ഹാർംഫുൾ ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഫാനിട്ടുണ്ടായിരുന്നു. ഫ്ലൂറൈഡ് ആണ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഫ്ലൂറൈഡ് ഉണ്ടോ എന്നാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസിൽ നോക്കേണ്ടത്. ഫ്ലൂറൈഡ് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ടീത്തിൽ തന്നെ ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചില പ്ലേസിലായിട്ട് ഡിസ്കളറേഷൻ വരാനുള്ള അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരും നമ്മുടെ ഫ്ലൂറൈഡിന്റെ. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ കുറെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം തന്നെ ഡിസ്ഫങ്ഷൻ ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ് ഫ്ലൂറൈഡ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് വരും സംഭവം പണി കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് രണ്ടാമത്തെ പറഞ്ഞാൽ ട്രൈക്ലോസാൻ ആണ്. അതും കോസ്മെറ്റിക്സിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ടൂത്ത് പേസ്റ്റിലും ബോഡി വാഷിലും അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽസ് സോപ്പിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കോസ്മെറ്റിക്സിലും. ഇത് ആക്ച്വലി അത് ചെറുതായിട്ട് കണ്ടന്റ് ആണ് ഇതിൽ ഇടുന്നത്. പക്ഷെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അത് വെച്ചാൽ എന്താ പറയാ, അത്രയ്ക്ക് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ലോങ് റണ്ണിലാണ് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അതിന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ഡിക്രീസ് ആവാനും അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ പുറത്ത് വരണൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കോസ്മെറ്റിക്സിലൊക്കെ ഈ സംഭവം ഉണ്ട്. പിന്നെ വരുന്നത് SLC, അത് മെയിൻ സംഭവമാണ്. നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 99% ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കിയാലും ഈ സംഭവം കാണാട്ടോ. അതായത് സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്നായിട്ട് പേര്. ഇത് ആക്ച്വലി നല്ലൊരു പോയിസൺ തന്നെയാണ്. സ്കിൻ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അൾസേഴ്സ് വരും നമ്മുടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡെയിലി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൾസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ പോളിപ്രോപ്പിലീൻ ഗ്ലൈസോൾ, അതും വേറൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഇതിന്റെ ലൈഫ് കൂട്ടാൻ ചേർക്കുന്ന ഒരു സംഭവമാണ്. അതും നല്ലൊരു കെമിക്കൽ തന്നെയാണ്. അപ്പിയറൻസും ടെക്സ്റ്റേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ചേർക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നെർവ് ഡാമേജ് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കില്ല, ഹാർംഫുൾ എഫക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലംസിനും കാര്യങ്ങളൊക്കെ ഇത് ഇടയാക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് വരുന്നുണ്ട്. എനിക്കറിയാം മോസ്റ്റ്ലി ടൂത്ത് പേസ്റ്റ് ഒക്കെ ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അതും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ്. അത് ഡയബറ്റിക്സ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വേറെ കുറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേർക്കുന്നതാണ് പാരബൻ നമുക്ക് ഈ ഷെൽ ലൈഫ് കൂട്ടാനുള്ള ഒരു സംഭവം തന്നെയാണ്. അതിന്റെ ഹോർമോൺസ് ശരിക്കും അതിന്റെ ഇത് ആക്ച്വലി ഫീമെയിൽസിനാണ് ശരിക്കും നല്ലോണം എന്താ പറയുക ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. വെച്ചാൽ ഇത് നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോണിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. റിപ്രൊഡക്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്നുള്ള സംഭവം നിങ്ങൾ നോക്കേണ്ടത്. പാരബൻ അധികം ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് ഇല്ല, കുറെയൊക്കെ ബാൻ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും SLS എല്ലാ സംഭവത്തിനും ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ആണ് ബെൻഡോഡന്റെ എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ തന്നെ ഉപയോഗിക്കണമെന്ന് പറയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഫുള്ളി നിങ്ങൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചത് ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നത് പ്യൂരിഫൈഡ് അക്വ ഉണ്ട്, കാൽഷ്യം പെൻഡോഡേറ്റ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, സോൾട്ട് ഉണ്ട്, മെന്തോൾ ഉണ്ട്, പ്യൂരിഫൈഡ് സ്റ്റീവിയ ഉണ്ട്. സ്റ്റീവിയ നിങ്ങൾക്ക് അറിയായിരിക്കും, മധുരം വരാനുള്ള ചെറിയ നമ്മുടെ ഒരു പ്ലാന്റ് ആണ് സ്റ്റീവിയ എന്ന് പറയുന്നത്. പിന്നെ പെപ്പർമെന്റ് എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, ഓറഞ്ച് എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് സീഡ് എക്സ്ട്രാക്ട് ഉണ്ട്, ടീ ട്രീ ഓയിൽ. അത്ര ഉള്ള സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മുടെ ഡാബർ തുളസി എന്ന് പറഞ്ഞ് ഇറക്കുന്നത്. ഇതിൽ നിങ്ങൾ മോസ്റ്റ്ലി പറയുന്ന ഹിമാലയയിലൊക്കെ അത്യാവശ്യം നല്ല കെമിക്കൽസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയുന്നതായിരിക്കും. ഇത് പിന്നെയും ഭേദം എന്ന് പറയാം. പക്ഷെ എന്നാലും ഇതിൽ SLC ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ നോക്കി അറിയാം. കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്,
ഗ്ലിസറിൻ ഉണ്ട്, എക്സ്ട്രാക്ട് ഓഫ് ബാബുൽ ഉണ്ട്, പിന്നെ സിലിക്ക ഉണ്ട്, സോഡിയം ലോറൽ സൾഫേറ്റ്, അതാണ് SLC, അതുണ്ട്. അത് മോസ്റ്റ്ലി എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. ബെൻഡോഡന്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ബയോട്ടിക്കിന്റെ നല്ലതാണ്. അതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിച്ചാലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്ത മെയിൻ ചാനൽ കാണാം മെയിൻ ചാനലിൽ ഗുഡ് ഹാപ്പിൻസ് എന്ന നമ്മുടെ മെയിൻ ചാനൽ ഉണ്ട്. അത് കാണാത്തവരെ പോയി കണ്ടു നോക്കുക. ടെക്നിക്കലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് വീഡിയോ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.